വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. LIC പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഭീമ രത്ന എന്നുള്ളൊരു പ്ലാന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അത് മിസ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, അപ്പോൾ അത് തന്നെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. LIC പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ പ്ലാന്റെ പേര് ഭീമ രത്ന എന്നാണ്. പ്ലാൻ നമ്പർ വരുന്നത് 764 ഇതിനെ ഷോർട്ടായിട്ട് നമ്മളൊന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോൺ ലിങ്ക്ഡ് നോൺ പാർ ലിമിറ്റഡ് പ്രീമിയം മണി ബാക്ക് പ്ലാൻ ആണ്. നോൺ ലിങ്ക്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷെയർ മാർക്കറ്റ് ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ ആണ്. നോൺ പാർ എന്ന് പറഞ്ഞാൽ LICയുടെ ഷെയറിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തതായിട്ടുള്ള നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഭീമ രത്ന. അതുപോലെ ലിമിറ്റഡ് പ്രീമിയം ആണ്. നമുക്ക് ത്രൂ ഔട്ട് ടേമിനകത്ത് നമുക്ക് പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനേക്കാൾ കുറച്ച് മാത്രം പ്രീമിയം അടച്ചാൽ മതി. അതുകൊണ്ടാണ് ലിമിറ്റഡ് പ്രീമിയം അവിടെ കൊടുത്തിരിക്കുന്നത്. മണി ബാക്ക് കൊണ്ട് നമുക്ക് അങ്ങനെ വരുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഭീമ രത്ന എന്ന് വിളിക്കുന്ന ഈ ഒരു പ്ലാൻ വരുന്നത്. ഇതിന്റെ ഗ്യാരണ്ടി മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് ആണ്. നമുക്ക് ഓരോ സമ്മേഷന്റെ ഓരോ 1000 രൂപയ്ക്കും 60 രൂപ വരെ നമുക്ക് കിട്ടാനായിട്ടുള്ള അവസരം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഗ്യാരണ്ടീഡ് അഡീഷൻ എമൗണ്ട് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ മിനിമം സമ്മേഷോട് വരുന്നത് 5 lakh ആണ്. അതിന് താഴെ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. മാക്സിമം നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ലിമിറ്റ് ഇല്ലാതെ തന്നെ മാക്സിമം നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ഇതിനകത്ത് സമ്മേഷോട് എടുക്കാവുന്നതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 30 days, ജനിച്ച് 30 ദിവസമായ കുട്ടിക്ക് മുതൽ 55 വയസ്സ് വരെയുള്ള വ്യക്തികൾക്കാണ് ഇതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ അടുത്തതായിട്ട് ഇതിന്റെ ടേം നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ടേമാണ് നമുക്ക് ഇതിനകത്ത് എടുക്കാനായിട്ട് സാധിക്കുക. 15 വർഷത്തെ ടേം എടുക്കാം, 20 വർഷത്തെ ടേം എടുക്കാം, 25 വർഷത്തെ ടേം എടുക്കാം. അപ്പൊ നമ്മൾ 15 വർഷത്തെ ടേം നമ്മൾ എടുക്കുമ്പോൾ 11 വർഷമാണ് നമുക്ക് ഇവിടെ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുള്ളത്. 20 വർഷത്തെ ടേം എടുക്കുമ്പോൾ നമുക്ക് 16 വർഷമാണ് PPT വരുന്നത്, പേയ്മെന്റ് ടേം വരുന്നത്. അതുപോലെ 25 വർഷത്തെ ടേം എടുക്കുമ്പോൾ 21 വർഷമാണ് നമുക്ക് ഇവിടെ പേയ്മെന്റ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മറ്റ് നമ്മുടെ പോളിസികൾക്കുള്ളത് പോലെ തന്നെ നമുക്കിവിടെ സെറ്റിൽമെന്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഡെത്ത് ക്ലെയിം ആണെങ്കിലും അതുപോലെ തന്നെ മെച്യൂരിറ്റി ക്ലെയിം ആണെങ്കിലും മെച്യൂരിറ്റി ആവുന്ന സമയത്തും അതുപോലെ ഡെത്ത് വരുന്ന സമയത്തും നമുക്ക് ലംസം എമൗണ്ട് ഒന്നിച്ച് വാങ്ങണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റിൽമെന്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ഡെത്ത് വരുമ്പോഴാണെങ്കിൽ അത് പോളിസി ഹോൾഡറുടെ പോളിസി എടുക്കുന്ന സമയത്ത് നമ്മളത് ഓപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സെറ്റിൽമെന്റ് ഓപ്ഷൻ കിട്ടുള്ളൂ. മെച്യൂരിറ്റി ക്ലെയിം പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ അത് സെറ്റിൽമെന്റ് ഓപ്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് വാങ്ങാനായിട്ടുള്ള ഒരു അവസരവും ഈ പോളിസി നമുക്ക് തരുന്നുണ്ട്. പ്രീമിയം മോഡ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മോഡും നമുക്കിവിടെ അവൈലബിൾ ആണ്. മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി മോഡിൽ നമുക്ക് ഇതിന്റെ പ്രീമിയം അടയ്ക്കാനായിട്ടുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ മറ്റു പോളിസികൾക്കുള്ളത് പോലെ തന്നെ നമുക്ക് മറ്റ് റൈഡേഴ്സ് മിക്സ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഒരു പ്ലാൻ എടുക്കാനായിട്ട് സാധിക്കും. ഇതിനെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് റൈഡേഴ്സും കൂടെ മിക്സ് ചെയ്ത് ഇത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈ സമ്മേഷോർഡ് റിബേറ്റ് അതുപോലെ തന്നെ മോഡ് റിബേറ്റ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഹൈ സമ്മേഷോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് എമൗണ്ട് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ റിബേറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഹൈ സമ്മേഷോർഡ് റിബേറ്റ് കിട്ടുള്ളൂ. മോഡിലാണെങ്കിൽ നമുക്ക് ഇയർലി, ഹാഫ് ഇയർലി മോഡിലാണ് നമുക്ക് ഇതിനകത്ത് റിബേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്ലാനിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ അവിടെ ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ലഭ്യമാകുന്നതിനനുസരിച്ച് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വഴിയെ ഞാൻ ചെയ്യുന്നതാണ്. കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് കുറച്ച് ഉദാഹരണങ്ങളോട് കൂടെ ഞാനത് അവതരിപ്പിക്കുന്നതാണ് വഴിയെ ഇതിന്റെ ഒരു സെക്കൻഡ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇത് ലൈക്ക് ചെയ്യാനും മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.